ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോയമ്പ് സമയത്ത് നോയമ്പ് തുറക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്, ജ്യൂസാണിത്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ മുന്തിരി കഴുകുമ്പോൾ ഇതിൽ ഒത്തിരി വിഷാംശങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം മാത്രം നല്ലപോലെ 2 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം. പിന്നെ അത് കഴുകി എല്ലാം ഒന്ന് അടത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജ്യൂസ് അടിക്കുന്ന ഈ രീതിയിൽ നിന്ന് ജ്യൂസ് അടിച്ച് നോക്കുവാണെങ്കിൽ ഇത് എത്ര വേണമെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വയറ് നിറച്ച് നല്ല തണുപ്പോടുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പർ ജ്യൂസാണിത്. അപ്പം ഒരു മിക്സിയുടെ ജാറയിലേക്ക് ഞാൻ ഈ മുന്തിരി മാറ്റുന്നുണ്ട്. ഈ ഒരു മുന്തിരിയിലേക്ക് നമുക്ക് കുറച്ച് സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ചെയ്യാത്ത ആൾക്കാരും കാണും. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു പച്ചമുളക് എടുക്കുക, ഇതുപോലൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോ അല്ല 2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പില്ലേ, അതാണ്. ഇപ്പം നമ്മുടെ വീടുകളിൽ അതുണ്ടെങ്കിൽ അത് പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ എടുക്കുക, അതിൻ്റെ പൾപ്പ് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. കാര്യം ഇത് 1 കിലോ മുന്തിരിയുണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത്. 1/2 കിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഈത്തപ്പഴമാണ്. ഈ ഒരു ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനൊക്കെ. നമ്മൾ സാധാരണ മുന്തിരി നിങ്ങൾ വേവിച്ചിട്ട് അടിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഈ ഒരു പ്രാവശ്യം ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു. ചിലർ പറയും മുന്തിരി പച്ചയ്ക്ക് അടിച്ചിട്ട് വെക്കുമ്പോൾ ഒരുമാതിരി ഒരു ഇതുപോലെ, അത് വെച്ചാൽ ഒരു കയ്പ്പ് പോലെയൊക്കെയാണെന്ന് ചിലർ പറയും. പക്ഷേങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം, ഒരു പ്രശ്നമില്ല. കയ്പ്പല്ല, ഒരുമാതിരി ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാകും, തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേങ്കിൽ അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റിലാണ്. ഇപ്പം നമ്മൾ ഇത് വേവിച്ചിട്ട് അടിക്കാതെ ആണെങ്കിൽ മുന്തിരി ജ്യൂസ് ഇങ്ങനെ അടിക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു കുടുവന്തവയിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു തുള്ളി പോലും നിങ്ങൾ വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ജ്യൂസ് അടിക്കുന്ന കൂടെ നിങ്ങൾ ഒരു ആപ്പിള്, ഒരു അനാറ്, അതുപോലെ ഒരു അനാറിൻ്റെ കുറച്ച് ഇട്ടാൽ മതി, ഒരു ആപ്പിളിൻ്റെ പകുതി ഇട്ടാൽ മതി. ഇങ്ങനെയൊക്കെ ചേർത്ത് മിക്സ്ഡ് ആയിട്ട് നിങ്ങൾ അരയ്ക്കുവാണെങ്കിൽ തന്നെ പൈനാപ്പിൾ, ഇതൊക്കെ മിക്സ്ഡ് ആയിട്ട് അരയ്ക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അടിപൊളിയാണ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാ വീട്ടമ്മമാരും ഓടിപ്പോൾ ഇന്നത്തേക്ക് വേണ്ടി നോയമ്പ് തുറക്കുമ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി വെച്ച് നോക്കൂ. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കൂട്ടിയിട്ടിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് പഞ്ചസാരയുടെ മധുരം കുറഞ്ഞു പോകണ്ട. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നല്ല കൂളാക്കി എടുക്കണം. നല്ല തണുപ്പിച്ചെടുക്കുവാണെങ്കിലാണ് ഇതിന് വളരെ ടേസ്റ്റ് കൂടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിക്കാൻ നേരം ഐസ് കട്ടയുണ്ടെങ്കിൽ ഐസ് കട്ട ഇട്ട് കൊടുത്തത് അതിന് മുകളിലേക്ക് നമ്മൾ നമ്മുടെ ഈ മുന്തിരി ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മുന്തിരി ഉണ്ട്, അതിന് മുകളിലൊന്ന് വെതറി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈനും ആയിരിക്കും കാണാൻ നല്ല. അപ്പോൾ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനും കൂടെ തീട്ടും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോയമ്പ് തുറക്കുന്ന സമയമായപ്പോൾ വെളിയെടുത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ടാണ് സെറ്റാക്കിയത്. അപ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. നമുക്ക് നല്ല ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നോയമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേ ഇതെടുക്കാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ കുടിച്ച് നോക്കിക്കുക, വളരെ ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ ആരും കുടിച്ചു പോലും കാണത്തില്ല. നല്ല ഹെൽത്തിയുമാണ്, നല്ല നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല. ഇപ്പോൾ നോയമ്പ് സമയമായപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ ശരീരത്തിനൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടും നോയമ്പ് തുറക്കാൻ നേരത്ത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. അപ്പോൾ ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി റെസിപ്പിയും ടിപ്പുകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.